السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كتبنا في الزبور من بعد الذكر أن الأرض يرثها عبادي الصالحون. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽ വലിയ അടയാളങ്ങളിൽപ്പെട്ട രണ്ടടയാളങ്ങളാണ് മഹാനായ ഇമാം മഹ്ദിയുടെ വരവും ഈസാ അലൈഹിസ്സലാമിൻ്റെ പുനരാഗമനവും. ഇന്ന് മുസ്ലിം ലോകത്ത് വളരെയേറെ തെറ്റിദ്ധാരണകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് മഹ്ദിയുടെ വരവും ഈസാ അലൈഹിസ്സലാമിൻ്റെ പുനരാഗമനവും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട് എന്ത്, ഇസ്ലാമികമായ പ്രമാണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണമാണ് നമുക്ക് നൽകുന്നത് എന്ന് ഏതാനും ക്ലാസ്സുകളിലൂടെയായി ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങളിൽ വളരെ പ്രധാനമായ വിശ്വാസമാണ് അന്ത്യദിനത്തിലുള്ള വിശ്വാസം. എന്നാണ് ഈ ലോകത്തിൻ്റെ നാശം? എന്നാണ് അന്ത്യദിനം സംഭവിക്കുക? പല പ്രസ്ഥാനങ്ങളും പല നിലക്കുള്ള പ്രവചനങ്ങളും നടത്താറുണ്ട്, പല മതങ്ങളുടെ അനുയായികളും. അതേപോലെ ലോകത്ത് ശാസ്ത്രത്തിൻ്റെ
ചുക്കാൻ പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളും ചില സമയങ്ങളിലൊക്കെ ചില പ്രവചനങ്ങളുമായി വരികയും അത് പരാജയപ്പെടുകയും ചെയ്യാറുള്ളത് നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്. ഇസ്ലാം പറയുന്നു, അന്ത്യദിനം എന്ന് സംഭവിക്കും എന്നത് ഒരാൾക്കും പ്രവചിക്കുവാനോ പറയുവാനോ സാധ്യമല്ല. അതിനെ സംബന്ധിച്ചുള്ള ഇൽമ് നമ്മുടെ നാഥനായ ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ മാത്രമാണുള്ളത്. അവൻ്റെ ഗൈബിയായ അദൃശ്യമായ അറിവിൽപ്പെട്ട കാര്യമാണ് എന്നാണ് ഈ ലോകത്തിൻ്റെ നാശം അഥവാ അന്ത്യദിനം എന്നത്. അല്ലാഹു ചില ഇൽമുകളൊക്കെ അവൻ്റെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ അന്ത്യദിനത്തെ സംബന്ധിച്ചുള്ള അറിവ് അവൻ്റെ പ്രവാചകന്മാർക്കും അവൻ അറിയിച്ചു കൊടുത്തിട്ടില്ല. അവൻ്റെ അടുക്കൽ വളരെ സാമീപ്യം സിദ്ധിച്ച മാലാകമാരുണ്ട്, മുഖറബുകളായ മലക്കുകളുണ്ട്. ആ മലക്കുകൾക്ക് പോലും അവൻ വെളിവാക്കി കൊടുക്കാത്ത ഒരു കാര്യമാണ് അന്ത്യദിനത്തെ സംബന്ധിച്ചുള്ള അറിവ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പലരും വന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അറിയുവാൻ വേണ്ടി ചോദിച്ചവരുണ്ട്, പരിഹാസപൂർവം ചോദിച്ചവരുണ്ട്, എന്നാണ് മുഹമ്മദെ അന്ത്യദിനം സംഭവിക്കുക എന്ന്. എല്ലാവർക്കും മറുപടി കൊടുക്കുന്നതിന് വേണ്ടി ഖുർആനിലെ ഒന്നിലധികം അധ്യായങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വചനങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നാസിആത്തിലെ ചില വചനങ്ങൾ 42 മുതൽ 46 വരെയുള്ള വചനങ്ങൾ അന്ത്യദിനത്തെ സംബന്ധിച്ച് ചോദിച്ചവർക്ക് മറുപടി കൊടുക്കുവാനുള്ള വചനങ്ങളായി അവതരിപ്പിക്കപ്പെട്ടതാണ്. യസ്അലൂനക നബി, അവർ നിങ്ങളോട് വന്ന് ചോദിക്കുന്നുണ്ട്, അനിസാഅത്തി, അന്ത്യനാളിനെ സംബന്ധിച്ച്, അയ്യാന മുർസാഹ, അത് എന്നാണ് സംഭവിക്കുക എന്ന്. എന്താണ് നിങ്ങൾ അവരോട് പറയേണ്ടത്? ഫീമ അൻത മിൻ ദിക്റാഹ, അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പ്രസ്താവിക്കാനാണ് കഴിയുക? അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തു പറയാൻ കഴിയും? ഇലാ റബ്ബിക മുൻതഹാഹ, ആ അന്ത്യദിനം എന്ന് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള അറിവ് നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്കാണ് അതിൻ്റെ കലാശം. അത് എന്നാണെന്ന് പറയുക നിങ്ങൾക്ക് സാധ്യമല്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് വന്നത്? ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹ, ആ അന്ത്യദിനം സംഭവിക്കും. അതാ അന്ത്യദിനം, അങ്ങനെയുള്ള ഒരു ദിനം, അതിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി നദീറായ നിലക്കാണ് നിങ്ങൾ വന്നത് നബിയേ. നിങ്ങളൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ആ നാളിനെ ഭയപ്പെടുന്നവർക്കുള്ള മുന്നറിയിപ്പുകാരനാണ് നിങ്ങൾ. എങ്കിൽ ഒരു കാര്യം പറയാം, കഅന്നഹും യൗമ യറൗനഹാ, അവർ ആ അന്ത്യദിനത്തെ കാണുന്ന ദിവസം, അതല്ലെങ്കിൽ അവരാ അന്ത്യദിനം കാണുമ്പോൾ അവർക്ക് തോന്നിപ്പോകുകയാണ്, ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ, ഒരു ഇളയുച്ച നേരമോ അതല്ലെങ്കിൽ ഒരു സായാഹ്ന നേരം മാത്രമോ ഈ ഭൂമിയിൽ അവർ ജീവിച്ചിട്ടുള്ളൂ എന്ന്. അതിൻ്റെ ഭയാനകതയും അതിൻ്റെ ഭീകരതയും കണ്ടാൽ മനുഷ്യർക്ക് തോന്നിപ്പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, അന്ത്യദിനം എന്നാണെന്ന് ഒരാൾക്കും പറയുക സാധ്യമല്ല. എന്നാൽ അന്ത്യദിനം സംഭവിക്കുന്നതിന് മുൻപേ ഈ ഭൗതിക ലോകത്ത് ചില അടയാളങ്ങൾ ഉണ്ടാകും, ചില ലക്ഷണങ്ങൾ ഉണ്ടാകും, ചില അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. അല്ലാഹുവും അവൻ്റെ റസൂലും അത് നമുക്ക് അറിയിച്ചു തന്നിട്ടുമുണ്ട്. ആ അടയാളങ്ങൾക്കാണ് അലാമാതുസ്സാഅ, അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങൾ, അതല്ലെങ്കിൽ അശറാത്തുസ്സാഅ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾ ഹദീസിൻ്റെ കിതാബുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം. ഹദീസിൻ്റെ കിതാബുകളിൽ പ്രത്യേക ചാപ്റ്ററുകൾ, അധ്യായങ്ങൾ, അതല്ലെങ്കിൽ ബാബുകൾ കാണാം. എന്ത്? അലാമാതിസ്സാഅ എന്ന ഹെഡിങ്ങോടുകൂടെ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹെഡിങ്ങിൻ്റെ താഴെ അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുൻപ് ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന അടയാളങ്ങളാണ്. ആ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് അവർ ക്രോഡീകരിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനെ അടയാളങ്ങൾ നമുക്ക് അറിയിച്ചു തന്നത്?
എന്തിനാണ് അന്ത്യദിനത്തിന് മുൻപേയുള്ള ലക്ഷണങ്ങൾ അറിയിച്ചു തന്നത്? അതിൻ്റെ പിന്നിൽ വലിയ യുക്തിയുണ്ട്, വലിയ പ്രയോജനമുണ്ട്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, എന്തിനാണ് അള്ളാഹു അവൻ്റെ പ്രവാചകനിലൂടെ ഈ അടയാളങ്ങൾ നമുക്കറിയിച്ചു തന്നതെന്നോ? ഫല്യഅലമു യഖീനാ, മനുഷ്യൻ ഉറപ്പിച്ചു മനസ്സിലാക്കട്ടെ, ഉറപ്പിച്ചു മനുഷ്യന്മാരറിയണം എന്ത്? അന്നസാഅതഅതിയത്തുൻ ലാ റൈബ ഫീഹാ, ഈ ലോകത്തിനൊരു നാശമുണ്ട്, അന്ത്യനാളുണ്ട്, എല്ലാവരും റബ്ബിങ്കലേക്ക് മടങ്ങിപ്പോകേണ്ട ഒരു ദിനമുണ്ട്. അതിൽ സംശയം വേണ്ട, അതിൽ ലവലേശം ആശങ്ക വേണ്ട. അങ്ങനെ ഒരു ദിവസം വരാനുണ്ടെന്ന് ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കണം. മാത്രമല്ല فَيَعْمَلُوا لَهَا وَيَسْتَعِدُّوا لِذَلِكَ الْيَوْمِ وَيَتَزَوَّدُوا بِالصَّالِحَاتِ قَبْلَ فَوَاتِ الْأَوَانِ. പണ്ഡിതന്മാര് പറയുകയാണ്, അന്നേ ദിവസത്തേക്ക് വേണ്ടി അവർ ഒരുങ്ങിക്കൊള്ളട്ടെ, യാത്രാഭക്ഷണം ഒരുക്കട്ടെ. അനന്തമായ ഇനി മടക്കമില്ലാത്ത യാത്രയ്ക്ക് വേണ്ടി അവർ യാത്രാഭക്ഷണം ഒരുക്കട്ടെ, സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. ഓരോ അടയാളങ്ങളും കൺമുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ ഓർമ്മ വേണം, ഇതെൻ്റെ പ്രവാചകൻ അറിയിച്ചു തന്ന ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിനൊരു നാശമുണ്ട്. അന്ന് ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും, അന്ന് ഞാൻ വിചാരണ ചെയ്യപ്പെടും. അന്ന് എനിക്ക് ഉപകാരമുള്ളത് എൻ്റെ കർമ്മങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കാൻ ഈ അടയാളങ്ങൾ മനുഷ്യർക്ക് പ്രയോജനമാകട്ടെ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ ചില ലക്ഷണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ആ ലക്ഷണങ്ങൾ രണ്ട് നിലക്കുണ്ട്. ഒന്ന് ചെറിയ അടയാളങ്ങൾ, ചെറിയ ലക്ഷണങ്ങൾ, വലിയ അടയാളങ്ങൾ, വലിയ ലക്ഷണങ്ങൾ. രണ്ട് നിലക്ക് പണ്ഡിതന്മാരതിനെ വേർതിരിച്ചിട്ടുണ്ട്. ചെറിയ അടയാളങ്ങൾ എന്ന് പറയുന്നത് അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുൻപേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ അടയാളങ്ങൾ. നമുക്കറിയാമല്ലോ, ബിഅ്സത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് വന്നു എന്നത് തന്നെ അന്ത്യനാളിൻ്റെ ചെറിയ ലക്ഷണങ്ങളിൽ ഒന്നാമത്തെ അടയാളമാണ്. അള്ളാഹുവിൻ്റെ റസൂല് വന്നത് തന്നെ അന്ത്യനാളിൻ്റെ അടയാളമാണ്. കാരണം ഇനി അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുൻപേ ഒരു പ്രവാചകൻ ഈ ലോകത്തേക്ക് വരികയില്ല. അവസാന കാലത്തിൻ്റെ പ്രവാചകനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നതോടുകൂടെ അന്ത്യനാൾ അടുത്തു കഴിഞ്ഞു എന്ന്. ചെറിയ അടയാളമാണ്. അതേപോലെ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ ചന്ദ്രൻ രണ്ടായി പിളർന്നു, അത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അന്ത്യനാളിൻ്റെ ലക്ഷണമാണ്. ഇതൊക്കെ ചെറിയ അടയാളങ്ങളാണെങ്കിൽ അന്ത്യനാൾ സംഭവിക്കുന്നതിൻ്റെ തൊട്ടു മുൻപ് ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന, അതിനോട് അടുത്തു വരുന്ന ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളാണ് മഹാനായ ഇമാം മഹ്ദിയുടെ ആഗമനം, അതുപോലെ തന്നെ മഹാനായ ഈസാ അലൈഹിസ്സലാമിൻ്റെ പുനരാഗമനം വീണ്ടും ഇവിടെ വരും. മാത്രമല്ല ലോകത്ത് ഇതുവരെയുണ്ടായ ഫിത്തനകളിൽ, ഇതുവരെയുണ്ടായ കലാപങ്ങളിൽ ഏറ്റവും വലിയ ഫിത്തനയായ ഇനി വരാനിരിക്കുന്ന മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്തനയും അന്ത്യനാളിൻ്റെ വലിയ ലക്ഷണങ്ങളിൽപ്പെട്ട ചില അടയാളങ്ങളാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾ വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തരുന്ന കാര്യങ്ങളാണ്. അതിൽ ഇമാം മഹ്ദിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട്, ഈസാ അലൈഹിസ്സലാമിൻ്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്നും വരുന്ന ക്ലാസ്സുകളിലുമായി ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ പലർക്കും വലിയ ആശയക്കുഴപ്പമുണ്ട്. വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നൊരു വിഷയമാണിത്. പലരും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച ഒരു വിഷയമാണിത്. അതുകൊണ്ട് അഹ്ലുസുന്നത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. വളരെ കൃത്യമായി അറിയണം ഇസ്ലാമിക പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ എന്തു പറയുന്നു. പിഴച്ച കക്ഷികൾ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളെ വളച്ചൊടിച്ച് പല തെറ്റിദ്ധാരണകളും ഈ വിഷയത്തിൽ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ, വാട്സപ്പുകളിലൂടെ, അധുനാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലരും പലർക്ക് തോന്നുന്ന നിലക്കുള്ള കാര്യങ്ങളാണ് ഈ വിഷയങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യം നമ്മൾ അറിയണം. ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഓർമ്മ വരുന്നുണ്ടാകും, നിങ്ങളുടെ ഗ്രൂപ്പുകളിലും നിങ്ങളുടേതായ വ്യക്തിപരമായ നിങ്ങൾക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പല ടെക്സ്റ്റുകളും അതേപോലെ തന്നെ പല ലേഖനങ്ങളും പല വോയിസുകളുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും.
അതുകൊണ്ട് പ്രമാണബദ്ധമായി ഇതെങ്ങനെ മനസ്സിലാക്കണം? സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായി പറഞ്ഞൊരു വിഷയമാണ് മഹാനായ ഇമാം മഹ്ദിയുടെ ആഗമനം. അല്ലാഹുവിൻ്റെ റസൂല് വളരെ വ്യക്തമായ നിലക്ക് പറഞ്ഞ വിഷയമാണിത്. പക്ഷേ ഇത്രയധികം വ്യക്തമായി അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടും നമ്മുടെ കേരളക്കരയിൽ വേണ്ട നിലക്കുള്ള ചർച്ച ഈ വിഷയത്തെ സംബന്ധിച്ച് നടന്നിട്ടില്ല. കേരളത്തിൽ അധികമൊന്നും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇമാം മഹ്ദിയുടെ വരവുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മുടെ കേരളത്തിൽ വേണ്ടത്ര നല്ല രൂപത്തിലുള്ള ചർച്ച നടന്നിട്ടില്ല. പിന്നെ നടന്ന ചർച്ചകളോ അതൊക്കെ നിഷേധാത്മകമായ ചർച്ചകളാണ് അല്ലേ? മലയാളക്കരയിൽ നിന്ന് ഇറങ്ങിയ പുസ്തകങ്ങളുണ്ട്, മഹ്ദിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ. മഹ്ദി എന്ന മിഥ്യ ഞാൻ വായിച്ചൊരു പുസ്തകമാണ്. മഹ്ദി എന്ന സങ്കല്പം തന്നെ മിഥ്യാധാരണയാണ്. ഇമാം മഹ്ദി വരില്ല, അത് കള്ളപ്രചരണമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി മലയാളത്തിൽ പുസ്തകം രചിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ചില ആളുകൾ വേറെ ചില വിഷയങ്ങൾ എഴുതിയ കൂട്ടത്തിൽ ഒരു സുല്ലമി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വരികൾക്കിടയിലൂടെ ഇമാം മഹ്ദിയുടെ വരവിനെ നിഷേധിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം. ഖാദിയാനികൾക്ക് മറുപടി പറയുന്ന കൂട്ടത്തിൽ അവരുടെ വാദങ്ങളെ തകർക്കാനാണെന്ന വ്യാജേന മഹാനായ ഇമാം മഹ്ദിയുടെ വരവുമായി ബന്ധപ്പെട്ട ഹദീസുകളെ നിഷേധിച്ച് അതൊക്കെ ഷിയാക്കൾ കെട്ടിയുണ്ടാക്കിയ ഹദീസുകളാണെന്ന് പറഞ്ഞ് അതിനെ നിഷേധിച്ച് ഈ നിലക്ക് ഇമാം മഹ്ദിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിഷേധിച്ചു തള്ളുന്ന കക്ഷികൾ നമ്മുടെ മലയാളക്കരയിലുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ചിന്താഗതികളുണ്ട് ഈ വിഷയത്തിൽ. മാത്രമല്ല, ഇമാം മഹ്ദിയുടെ ആഗമനം വളരെ തെറ്റായ നിലക്ക് പ്രചരിപ്പിച്ച് പിഴച്ച വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന കക്ഷികളും ലോകത്ത് നമുക്ക് കാണാം. നിങ്ങൾ നോക്കൂ, ഷിയാക്കൾ ഈ വിഷയത്തിൽ പിഴച്ചുപോയ കക്ഷികളാണ്. ഷിയാക്കൾ ഈ വിഷയത്തിൽ അതിരുവിട്ട കക്ഷികളാണ്. എന്താ ഷിയാക്കളുടെ വിശ്വാസം ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട്? അവര് പറയാണ്, ഞങ്ങളുടെ 12 ഇമാമിങ്ങളിൽ അവസാനത്തെ ഇമാമാണ് വരാനിരിക്കുന്ന ഇമാമുൽ മഹ്ദി അൽ മുൻതളിർ, ഞങ്ങൾ കാത്തിരിക്കുന്ന ഇമാം മഹ്ദി എന്ന് ഷിയാക്കൾ പറയുന്നു. ഷിയാക്കളുടെ കൂട്ടത്തിൽ ഒരു ഇസ്നാഅശറ എന്ന് പറയുന്ന 12 ഇമാമിങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു കക്ഷിയുണ്ട്. അവർ പറയുന്നത് ഞങ്ങളുടെ വരാനിരിക്കുന്ന ഇമാമാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇമാമാണ് ഇമാം മഹ്ദി. ആ ഇമാം മഹ്ദി മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അവർ പറയുന്നു അയാളുടെ പേര് മുഹമ്മദ് ബിനുൽ ഹസനുൽ അസ്കരി എന്നാണ് അയാളുടെ പേര്. അല്ലദീ വുലിദ ഫീ സന, അദ്ദേഹം ജനിച്ചിട്ടുണ്ട്, അദ്ദേഹം മുമ്പ് ഇവിടെ ജനിച്ചിട്ടുണ്ട്. ഹിജറ 255 അദ്ദേഹം സാമിറ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിക്കുകയും എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തിന് ആയുഷ്കാലം നീട്ടിക്കൊടുക്കുകയും അള്ളാഹു അദ്ദേഹത്തെ അപ്രത്യക്ഷനാക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രമല്ല, നമുക്ക് കാണാത്ത നിലക്ക് അദൃശ്യ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മുഹമ്മദ് ബിനുൽ ഹസനുൽ അസ്കരി എന്ന് പറയുന്ന ഞങ്ങളുടെ ഇമാമ് ഇനി ഇൻഷാ അല്ലാഹ് അള്ളാഹു സമയമായാൽ, വാഗ്ദത്ത സമയമായാൽ ഇവിടേക്ക് വീണ്ടും വരും. ആ ഇമാമിനെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ആ ഇമാമിൽ വിശ്വസിക്കാത്തവന് ഒരു ഷിയയാകാൻ സാധ്യമല്ല, ഒരു ഷിയ വിശ്വാസക്കാരനാകാൻ കഴിയില്ല എന്നവർ തീർത്തു പറഞ്ഞിട്ടുമുണ്ട്. എന്നവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഇമാമിൽ വിശ്വസിക്കാത്തവൻ ഒരു ഷിയയായി മുന്നോട്ട് പോകാൻ, ഒരു ഷിയ വിശ്വാസക്കാരനായി നിലകൊള്ളാൻ അവനെ കൊണ്ട് സാധ്യമല്ല എന്ന് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിഴച്ച വിശ്വാസം, ഇസ്ലാമികമായി യാതൊരു തെളിവുമില്ലാത്ത വിശ്വാസം. നോക്കൂ നിങ്ങൾ, മഹ്ദിയുമായി ബന്ധപ്പെട്ട തെറ്റായ ധാരണ. മുഹമ്മദ് ബിനുൽ ഹസനുൽ അസ്കരി എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ ജനിക്കുക എന്ന് മാത്രമല്ല, അയാൾ ജനിച്ചിട്ട് പിന്നെ അയാൾ അപ്രത്യക്ഷനായി, അയാൾക്ക് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ ഏത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പറയാൻ കഴിയുക? ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് രേഖയില്ല. അതുകൊണ്ട് അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്ത്? നമ്മൾ എന്ത് വിശ്വസിക്കണം മഹ്ദിയുമായി ബന്ധപ്പെട്ട്? ഇമാം മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു, അഹ്ലുസുന്നത്തിന്റെ നിലപാടുകൾ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അഹ്ലുസുന്നത്ത് ഈ വിഷയത്തിൽ അതിര് കവിഞ്ഞിട്ടില്ല, അതിരുവിട്ട ചിന്താഗതിയില്ല, ഉള്ള ഹദീസുകളെ നിഷേധിക്കുന്ന സമീപനവും അഹ്ലുസുന്നത്തിനില്ല.
രണ്ടിനും ഇടയിലാണ്. ഗുലൂവില്ല, അതിര് കവിച്ചലില്ല. ഉള്ള ഹദീസുകൾ, വന്ന ഹദീസുകളെ നിഷേധിക്കുന്ന നിലപാടും അഹ്ലുസുന്നത്തിനില്ല. പിന്നെയോ സ്ഥിരപ്പെട്ട നിലക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅ അംഗീകരിക്കുന്നു. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്താണ്. അഹ്ലുസുന്നത്ത് പറയുന്നു, അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് ഇമാം മഹ്ദിയുടെ ആഗമനം. നിഷേധിക്കുക സാധ്യമല്ല. ഇമാം മഹ്ദി ഇവിടെ വന്നു കഴിഞ്ഞാൽ 7 വർഷം ഇവിടെ ഭരിക്കും. 7 വർഷം ഏറ്റവും ചുരുങ്ങിയ നിലക്ക് വന്നത് 7 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്. ഏതാണെങ്കിലും 7ഓളം വർഷക്കാലം അദ്ദേഹം ഇവിടെ ഭരിക്കും. അതിനു മുൻപ്, അദ്ദേഹം വരുന്നതിനു മുൻപ് ലോകം മുഴുവൻ അനീതി നിറഞ്ഞതായിരിക്കും. ലോകത്ത് മുഴുവൻ അക്രമങ്ങളും അനീതിയുമായിരിക്കും. അങ്ങനെ അനീതി നിറഞ്ഞ പ്രശ്നകലുഷിതമായ ഒരന്തരീക്ഷത്തിലാണ് ഇമാം മഹ്ദിയുടെ ആഗമനമുണ്ടാകുക. അങ്ങനെ അദ്ദേഹം വന്നാൽ ഈ ലോകത്ത് ഐശ്വര്യങ്ങൾ ഉണ്ടാകും, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ വർഷിക്കാൻ തുടങ്ങും. അതിൽപ്പെട്ടതാണ് ഭൂമി അതിൻ്റെ സസ്യങ്ങൾ ധാരാളമായി മുളപ്പിക്കും, ആകാശം മഴ പെയ്യിപ്പിക്കാൻ തുടങ്ങും. ധനം ഇവിടെ വ്യാപകമായ നിലക്ക് ഭൗതിക മേഖലയിൽ, ധനത്തിൻ്റെ വിഷയത്തിൽ വ്യാപകമായ ധനമേഖലയിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകും. മാത്രമല്ല ആ മഹ്ദി എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ടയാളായിരിക്കും, അഹ്ലു ബൈത്തിൽപ്പെട്ടയാളായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ പേര് എൻ്റെ പേരിനോട് യോജിച്ചതായിരിക്കും, അയാളുടെ ഉപ്പയുടെ പേര് എൻ്റെ പിതാവിൻ്റെ പേരിനോട് യോജിച്ചതായിരിക്കും. അങ്ങനെ ഹദീസുകളിൽ ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട് വന്ന വിശേഷണങ്ങളൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതുപോലെ തന്നെ അംഗീകരിക്കുകയാണ്. അതാണ് സുന്നത്ത് ജമാഅത്തിന് ഈ വിഷയത്തിലുള്ള നിലപാട്. നിങ്ങൾ നോക്കൂ, ഇമാം മഹ്ദിയുടെ വരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ധാരാളക്കണക്കിന് ഹദീസുകൾ മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പ്രഗത്ഭരായ മുഹദ്ദിസുകൾ അവരുടെ ഹദീസിന്റെ കിതാബുകളിൽ ഇമാം മഹ്ദിയുടെ വരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം തിർമിദി, അതേപോലെ തന്നെ ഇമാം ഇബ്നു മാജ, ഇമാം ബസ്സാർ, ഹാക്കിം, തൊബറാനി, അബൂ യഅല എന്ന് തുടങ്ങുന്ന മുഹദ്ദിസുകളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ മഹ്ദി ഇമാമിന്റെ വരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചതാരാണ്? പ്രഗത്ഭരായ സ്വഹാബിമാര്. നിഷേധിക്കാൻ കഴിയില്ല, പ്രഗത്ഭരായ സ്വഹാബിമാര്. നോക്കൂ നിങ്ങൾ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ, ത്വൽഹ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, അബൂ ഹുറൈറ, അനസ് ഇബ്നു മാലിക്, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹും അജ്മഈൻ. പ്രഗത്ഭരായ സ്വഹാബിമാരാണ് അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഇമാം മഹ്ദിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉദ്ധരിച്ചത്. അക്കൂട്ടത്തിൽ നമ്മുടെ ഉമ്മമാരുമുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, സൗബാൻ റളിയല്ലാഹു അൻഹു തുടങ്ങുന്ന മഹാന്മാരായ സ്വഹാബികളും സ്വഹാബാ വനിതകളുമൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായ സനദോടുകൂടെ അവസാന കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിൽ വരാനിരിക്കുന്ന സ്വാലിഹായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ റസൂലുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു വാദമല്ല. ഈ ഹദീസുകളൊക്കെ ചർച്ച ചെയ്തിട്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. എന്താ അവർ പറഞ്ഞത്? ഈസാ അലൈഹിസ്സലാമിൻ്റെ പുനരാഗമനം, അതുപോലെ തന്നെ ദജ്ജാലിൻ്റെ വരവ്, ഇമാം മഹ്ദിയുടെ ആഗമനം, ഈ വിഷയങ്ങളിലൊക്കെ വന്ന ഹദീസുകളില്ലേ, ആ ഹദീസുകളൊക്കെ മുത്തവാത്തിറായ ഹദീസുകളാണ്. മുത്തവാത്തിറായ എന്ന് പറഞ്ഞാൽ മുത്തവാത്തിറുൽ മഅനവിയാണ്. അത് ഹദീസ് ചർച്ച ചെയ്യുന്ന ആളുകൾക്കറിയാം. മുത്തവാത്തിർ 2 നിലക്കുണ്ട്. മുത്തവാത്തിറുൽ ലഫ്ളിയുണ്ട്, മുത്തവാത്തിറുൽ മഅനവിയുണ്ട്. ഹദീസിന്റെ കാറ്റഗറിയിൽ ഏറ്റവും ഉന്നതമായ കാറ്റഗറിയാണ് മുത്തവാത്തിറായ ഹദീസ്. എന്താ മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചത് ഒരാളല്ല, ഹദീസ് രേഖപ്പെടുത്തുന്ന പണ്ഡിതൻ വരെ, അതാ കൂട്ടമായ ആളുകൾ ജംആയി, സംഘങ്ങളായി ഹദീസ് രേഖപ്പെടുത്തിയതാണ്, ഹദീസ് ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് അത് തെറ്റുപറ്റാൻ ഒരു നിലക്കും സാധ്യതയില്ലാത്ത ഹദീസുകൾക്കാണ് മുത്തവാത്തിറായ ഹദീസുകൾ എന്ന് പറയുന്നത്.
മനസ്സിലായി കാണും അല്ലേ? ഉദാഹരണമായി ഇമാം ബുഖാരി ഒരു ഹദീസ് രേഖപ്പെടുത്താന്ന് വിചാരിക്കുക. ഇമാം ബുഖാരി ആ ഹദീസ് രേഖപ്പെടുത്തുന്ന ഇമാം ബുഖാരി വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചത് ഒരാളല്ല, സംഘങ്ങളാണ് ഉദ്ധരിച്ചത്. തെറ്റുപറ്റാൻ ഒരു നിലക്കും സാധ്യതയില്ലാത്ത ഹദീസുകൾ, അതിനാണ് മുത്തവാത്തിർ എന്ന് പറയുന്നത്. ആ മുത്തവാത്തിർ തന്നെ രണ്ട് നിലക്കുണ്ട്, ലഫ്ളിയുണ്ട്, മഅനവിയുണ്ട്. ലഫ്ളി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഹദീസ് തന്നെ ഒരാശയത്തിൽ സംഘങ്ങളായി ഉദ്ധരിക്കപ്പെട്ടത്. മഅനവി എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ പരമ്പരകളിലൂടെയാണ് ആ ഹദീസ് വന്നത്, പക്ഷേ ഒരേ ആശയമാണ് സൂചിപ്പിക്കുന്നത്. പണ്ഡിതന്മാരതിന് പറഞ്ഞിട്ടുണ്ട്, ഫൽ അഹാദീസു തകൂനു മുഖ്തലിഫ ലകിന്നഹാ തത്തഫിഖു അലൽ മഅനാ. വിവിധ സനദുകളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസാണത്. പക്ഷേ ആ ഹദീസുകളൊക്കെ ഒരേ ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ നിലക്ക് മഅനവിയായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ട മുതവാത്തിറായ ഹദീസുകളാണ്, തർക്കമില്ലാത്ത ഹദീസുകളാണ് ഇമാം മഹ്ദിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. അതുകൊണ്ട് അതിൽ നമുക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല. ഇമാം മഹ്ദി വരുമോ, അങ്ങനെയൊന്നും ഉണ്ടോ? സംശയം വേണ്ട. ആരെങ്കിലും എഴുതി വെച്ച ചവറുകൾ വായിച്ചിട്ട് ഇതിനെ നിഷേധിക്കാൻ നമ്മൾ മനക്കെടരുത്. കാരണം ഇത് സ്ഥിരപ്പെട്ട വിഷയമാണ് ഇസ്ലാമിൽ. മഹാനായ ഇമാം ഷൗക്കാനി പറയുകയാണ്, വഹിയ മുതവാത്തിറ ബിലാ ശക്കിൻ, സംശയമില്ല, മുതവാത്തിറായ നിലക്ക് സ്ഥിരപ്പെട്ട കാര്യമാണ് ഇമാം മഹ്ദിയുടെ വരവ്. ഇമാം മഹ്ദി വരും. ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ലഈഫായ ഹദീസുകളുണ്ട്, ഹസനായ ഹദീസുകളുണ്ട്, സ്വഹീഹായ ഹദീസുകളുണ്ട്. നമുക്ക് ലഈഫ് അങ്ങ് ഒഴിവാക്കാം. ഹസനും സ്വഹീഹുമായ പരമ്പരകളിലൂടെ, സ്വീകരിക്കപ്പെടുന്ന പരമ്പരകളിലൂടെ വന്ന ചില ഹദീസുകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ശരിക്ക് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ തദ്ഹബുദ് ദുനിയാ ഔ ലാ തൻഖലിദ് ദുനിയാ ഹത്താ യംലികൽ അറബ റജുലുൻ മിൻ അഹ്ലി ബൈതി യുവാതിഉ ഇസ്മുഹു ഇസ്മി വ ഇസ്മു അബീഹി ഇസ്മ അബീ. റവാഹു അബൂ ദാവൂദ്. സ്വഹീഹായ പരമ്പരയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ തദ്ഹബുദ് ദുനിയാ, ദുനിയാവ് അവസാനിക്കൂല. ഔ ലാ തൻഖലിദ് ദുനിയാ, അതല്ലെങ്കിൽ ദുനിയാവ് തീരുകയില്ല, ഈ ലോകം അവസാനിക്കുകയില്ല. ഹത്താ യംലികൽ അറബ, അറബികളെ ഭരിക്കുന്നത് വരെ റജുലുൻ മിൻ അഹ്ലി ബൈതി, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, എൻ്റെ മനുഷ്യൻ അറബികളെ ഭരിക്കുന്നത് വരെ ഈ ലോകം അവസാനിക്കുകയില്ല. അയാളെ എങ്ങനെ തിരിച്ചറിയാം? യുവാതിഉ ഇസ്മുഹു ഇസ്മി, അയാളുടെ പേര് എൻ്റെ പേരിനോട് യോജിച്ചതായിരിക്കും. അയാളുടെ നാമം എൻ്റെ പേരിനോട് യോജിച്ചത് ഒന്നുകിൽ മുഹമ്മദ് ആയിരിക്കും, അതെങ്കിൽ അഹമ്മദ് ആയിരിക്കും, അതല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളുമായി യോജിച്ചു വരുന്ന നിലക്കായിരിക്കും. ഇത് വിശദീകരിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞു, മുഹമ്മദ് തന്നെയാണ് അതെന്ന് ഉറപ്പിച്ചു പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ നമുക്കങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. റസൂലിൻ്റെ പേരിനോട് യോജിച്ച നിലക്ക് വസ്മു അബീഹി ഇസ്മ അബീ, അയാളുടെ പിതാവിൻ്റെ പേര് എൻ്റെ പിതാവിൻ്റെ പേരിനോട് യോജിച്ചതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബ്ദുള്ള എന്നായിരിക്കും പിതാവിൻ്റെ പേര്. ഇത്ര വ്യക്തമായ നിലക്ക് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അൽ മഹ്ദിയു മിന്നീ, മഹ്ദി എന്നിൽ നിന്നായിരിക്കും, എൻ്റെ കുടുംബത്തിൽ നിന്നായിരിക്കും. അജ്ലൽ ജബ്ഹ അഖ്നൽ അൻഫി, വിശാലമായ നെറ്റിത്തടമുണ്ടാകും അയാൾക്ക്. മാത്രമല്ല ഐശ്വര്യമുള്ള മൂക്കുമുണ്ടാകും. വിശാലമായ നെറ്റിത്തടവും ഐശ്വര്യമുള്ള മൂക്കുമുള്ള മഹ്ദി എന്നിൽ നിന്നാണ്. ഇമാം മഹ്ദി വന്നാലോ യംലഉൽ അർള ഖിസ്തം വഅദിലാ, ഭൂമി മുഴുവനും നീതിയോടുകൂടെ നിറക്കും ആ മഹാനവറുകൾ വന്നു കഴിഞ്ഞാൽ. അതുവരെ അനീതിയായിരിക്കും. കമാ മുലിഅത് ജൗറൻ വദുൽമാ, ഭൂമി മുഴുവനും അനീതിയാൽ അക്രമത്താൽ നിറഞ്ഞതുപോലെ പിന്നീട് അയാൾ വന്നു കഴിഞ്ഞാൽ ഭൂമി മുഴുവനും നീതിയോടുകൂടെ ഭരണം നടത്തും. യംലികു സബ്അ സിനീൻ, 7 വർഷമാണ് അയാൾ ഭരണം നടത്തുന്നത്. മഹ്ദി
7 വർഷം ഇവിടെ ഭരണം നടത്തും. ഈ ഹദീസും ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചതാണ്, ഹാക്കിം ഉദ്ധരിച്ചതാണ്. വഹസ്സനഹുൽ അൽബാനി, മഹാനായ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹസനാണെന്ന് വിധി എഴുതിയതുമാണ്. നോക്കൂ നിങ്ങൾ. അപ്പോ ഇങ്ങനെയുള്ള ഹദീസുകൾ ഇത് നോക്കൂ. മറ്റൊരു ഹദീസ്, അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ ഖാലത്ത് സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അൽ മഹ്ദിയു മിൻ അത്രതി മിൻ വലദി ഫാത്തിമ. നോക്കൂ, മുസലമ ബീവി പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. എന്ത്? അൽ മഹ്ദിയു മിൻ അത്രതി, മഹ്ദി എൻ്റെ സന്താന പരമ്പരയിൽ നിന്നായിരിക്കും. മഹ്ദി എങ്ങനെ വരിക? എൻ്റെ സന്താന പരമ്പരയിൽ നിന്ന്. മിൻ വലദി ഫാത്തിമ, ഫാത്തിമയുടെ സന്തതികളിൽ നിന്ന്, ഫാത്തിമയുടെ മക്കളിൽ നിന്നാണ് ഇമാം മഹ്ദിയുടെ ആഗമനം. ഈ ഹദീസ് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്. വസഹഹുൽ അൽബാനി, ഇമാം അൽബാനി സ്വഹീഹാണെന്ന് വിധി എഴുതിയതുമാണ്. നോക്കൂ നിങ്ങൾ. അപ്പോ റസൂലുള്ള പറയാണ്, എൻ്റെ കുടുംബത്തിൽ നിന്ന്, അഹ്ലു ബൈത്തിൽ നിന്ന്, ഫാത്തിമയുടെ മക്കളിൽ നിന്ന് ഒരാൾ വരും, അയാൾ ഈ ലോകം ഭരിക്കും, 7 വർഷം ഭരണം നടത്തും, അറബികളെ ഭരിക്കും, നീതിയോടുകൂടെ ഇവിടെ ഭരണം നടത്തും. ഇനി നോക്കൂ നിങ്ങൾ, അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കേട്ടോ. അൻ അലി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, അൽ മഹ്ദിയു മിന്നാ, മഹ്ദി നമ്മളിൽ നിന്നാണ്. അഹ്ലുൽ ബൈത്തി, അഹ്ലു ബൈത്തിൽ നിന്നാണ് മഹ്ദി വരിക. എന്നിട്ട് പറയാണ്, യുസ്ലിഹുല്ലാഹു ഫീ ലൈലത്തിൻ, ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ അള്ളാഹു അദ്ദേഹത്തെ ഭരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. പാപങ്ങൾ പുറത്തു കൊടുത്ത് നന്മ ചെയ്യാൻ തൗഫീഖ് നൽകി, മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള തൻ്റെ ഇടവും അറിവും നൽകി ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ പ്രാപ്തനാക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇങ്ങനൊരു സംഭവമുണ്ട്. ഇത് വിശ്വാസകാര്യങ്ങളിൽപ്പെട്ട സംഗതിയാണ്. ഇതിനെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. എത്ര ഹദീസുകൾ ഞാൻ പറഞ്ഞില്ലേ, മുത്തവാത്തിറായ നിലക്ക് വിവിധ പരമ്പരകളിലൂടെ ധാരാളം ഹദീസുകൾ. ഈ വിഷയത്തിൽ സംശയം തീരാൻ ചില ഹദീസുകൾ കൂടെ ഞാൻ ഉദ്ധരിക്കട്ടെ. അൻ നബി സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യഖ്റുജു ഫീ ആഖിരി ഉമ്മത്തി, എൻ്റെ ഈ ഉമ്മത്തിൻ്റെ അവസാനത്തിൽ എന്തു ചെയ്യും? വരും, പുറപ്പെട്ടു വരും. എന്ത്? രംഗപ്രവേശനമുണ്ടാകും. ആര്? അൽ മഹ്ദി, ഒരു മഹ്ദി വരാനുണ്ട്. ഈ സമുദായത്തിന്റെ അവസാനത്തിൽ മഹ്ദി വരും. മഹ്ദി വന്നാലോ യസ്കീഹില്ലാഹുൽ ഗൈസ, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ സുഭിക്ഷമായി ഇവിടെ മഴ വർഷിക്കും. വതുഖ്രിജുൽ അർളു നബാതഹാ, ഭൂമി അതിൻ്റെ സസ്യങ്ങൾ മുളപ്പിക്കാൻ തുടങ്ങും. വയുഅ്തിൽ മാല സിഹാഹാ, നല്ല നിലക്ക്, ധാരാളമായ നിലക്ക് ഇവിടെ സമ്പത്തുണ്ടാകും. വതക്സുറുൽ മാശിയ, കാലികൾ ഇവിടെ വർദ്ധിക്കും. വതഅദുമുൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ കാര്യം വളരെ ഉന്നതമായി തീരും. യഈശു സബ്ആ ഔ സമാനിയ, 7 or 8 വർഷമാണ് അദ്ദേഹം ഇവിടെ ജീവിക്കുന്നത്. ഇമാം ഹാക്കിം ഉദ്ധരിച്ചു, അൽബാനി സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തി. നോക്കൂ നിങ്ങൾ, അങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാം. നോക്കൂ നിങ്ങൾ, അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കേട്ടോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, കൈഫ അൻതും, നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ഇദാ നസല ഇബ്നു മറിയം, ഇബ്നു മറിയം നിങ്ങളിൽ ഇറങ്ങുന്ന സമയം നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? എങ്ങനെ? വ ഇമാമുക്കും മിൻകും, അന്ന് നിങ്ങളുടെ ഇമാമ്, നിങ്ങളുടെ നേതാവ് നിങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും. ഇബ്നു മറിയമാകുന്ന ഈസ ഇബ്നു മറിയം ഇവിടെ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ നേതാവ് നിങ്ങളിൽ നിന്ന് ഒരാളായിരിക്കുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇനി മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസ് കേട്ടോ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി യുഖാതിലൂന അലൽ ഹഖി ളാഹിരീന ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ സത്യത്തിൽ നിലകൊള്ളുന്ന ഒരു കക്ഷി എൻ്റെ ഉമ്മത്തിലുണ്ടാകും. അങ്ങനെ ആ ഒരു സത്യത്തിൽ നിലകൊള്ളുന്ന ഒരു കക്ഷി അവസാന നാൾ വരെ ഈ സമുദായത്തിൽ ഉണ്ടാവും, നേരായ ഒരു കക്ഷി. അങ്ങനെ ഫയൻസില് ഈസ ഇബ്നു മറിയം, അങ്ങനെ അവരിലേക്ക് ഈസ ഇബ്നു മറിയം ഇറങ്ങി വരും. ഈസ ഇബ്നു മറിയം ഇറങ്ങി വന്നു. അങ്ങനെ ഫയഖൂലു അമീറുഹും, അങ്ങനെ അവരുടെ അമീർ ഈസ ഇബ്നു മറിയമിനോട് പറയും, മഹ്ദി ഈസ ഇബ്നു മറിയമിനോട് പറയും, സ്വല്ലി ലനാ
സുബഹിന്റെ നേരമാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരിക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം. അങ്ങനെ സുബഹി ജമാഅത്തിന് മുസ്ലിമീങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുക, നിസ്കരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. അപ്പോൾ അമീറാകുന്ന മഹ്ദി പറയും ഈസാ അലൈഹിസ്സലാമിനോട്, തആൽ സ്വല്ലി ലനാ, വരൂ ഞങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കാൻ ഇമാമത്ത് നിന്നാലും. ഫയഖൂൽ, അപ്പോൾ ഈസാ അലൈഹിസ്സലാം പറയും, ലാ, ഇല്ല, ഞാൻ നിൽക്കില്ല. ഇന്ന ബഅദകും അലാ ബഅദിൻ ഉമറാ, നിങ്ങൾ തന്നെ പരസ്പരം നേതാക്കന്മാരാണ്. തക്രിമത്തല്ലാഹി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അള്ളാഹു ആദരിച്ചതിനാൽ നിങ്ങൾ തന്നെ നേതാക്കന്മാരാണല്ലോ, നിങ്ങളിൽ തന്നെ നേതാക്കന്മാരുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നിൽക്കില്ല, നിങ്ങളുടെ നേതാവ് നിൽക്കട്ടെ. അങ്ങനെ ഇമാം മഹ്ദി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകുമെന്ന്, ഇമാമത്ത് നിൽക്കുമെന്ന് റവാഹു മുസ്ലിം, മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അപ്പോൾ സ്ഥിരപ്പെട്ടൊരു വിഷയമാണിത്. തർക്കമുണ്ടാക്കേണ്ട കാര്യമല്ല, നിഷേധിക്കേണ്ട കാര്യവുമില്ല, ഉള്ള ഒരു യാഥാർത്ഥ്യമാണിത്. ഇനി ഇമാം മഹ്ദി വരുമ്പോൾ എന്തൊക്കെ അടയാളങ്ങളാണ് ഉണ്ടാവുക? എന്തെല്ലാം അടയാളങ്ങൾ ഉണ്ടാവും? നേരത്തെ പറഞ്ഞല്ലോ, ഭൂമി മുഴുവനും അനീതിയും അക്രമവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹ്ദി ഇമാമിന്റെ വരവ്. ലോകത്തൊക്കെ ഇപ്പൊ നമ്മൾ പല രാഷ്ട്രങ്ങളിലും പല പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, അല്ലേ? മുസ്ലിമീങ്ങൾ ലോകത്ത് നിന്ന് പീഡിപ്പിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. പലതും വേദനയോടുകൂടെയാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, എന്നാണ് ഇനി മുസ്ലിമീങ്ങൾക്കൊരു രക്ഷയുള്ളത്, എന്നാണ് ഈ അക്രമങ്ങളിൽ ഒരു രക്ഷയുള്ളത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അന്ത്യനാൾ അടുത്തുകൊണ്ടിരിക്കുന്നതോടുകൂടെ ഇനി ലോകത്ത് അതിക്രമങ്ങൾ വർദ്ധിക്കുകയേ ഉള്ളൂ, കുറയുകയില്ല. ലോകത്ത് അനീതി കൊടികുത്തി വാഴുകയേ ഉള്ളൂ, ലോകത്ത് തോന്നിവാസങ്ങൾ വർദ്ധിക്കുകയേ ഉള്ളൂ. അങ്ങനെ ലോകം മുഴുവനും അനീതിയിലും അക്രമത്തിലുമൊക്കെ മുഴുകി നിൽക്കുന്ന അവസരത്തിൽ, മുസ്ലിമീങ്ങൾ ഒരു നേതൃത്വത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇമാം മഹ്ദിയുടെ ആഗമനം ഉണ്ടാകുമെന്നാണ്. അങ്ങനെ ഇമാം മഹ്ദി വന്നു കഴിഞ്ഞാൽ നീതിയോടുകൂടെയാണ് ഭരണം നടത്തുക. മാത്രമല്ല, വന്നു കഴിഞ്ഞാൽ അതുവരെ മുസ്ലിമീങ്ങൾക്കുണ്ടാകുന്ന, ലോകത്തിനുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തദ്ഖിറുൽ അർളു മിൻ ബദ്രിഹാ ഷൈഅൻ ഇല്ലാ അഖ്റജതുഹു, ഭൂമി അതിന്റെ വിത്തുകളിൽ നിന്ന് ഒന്നും മുളപ്പിക്കാതെ അത് സൂക്ഷിച്ചു വെക്കുകയില്ല. വസ്സമാഉ മിൻ ഖത്രിഹാ ഷൈഅൻ ഇല്ലാ സബ്ബഹുല്ലാഹു അലൈഹിം മിദ്റാറാ, ആകാശം അതിന്റെ വെള്ളത്തിൽ നിന്ന് ഒന്നും പിടിച്ചു വെക്കില്ല, എല്ലാം സുഭിക്ഷമായ നിലക്ക് മഴ വർഷിപ്പിച്ചിട്ടല്ലാതെ. ഇതൊക്കെ ഇമാം മഹ്ദി വരുമ്പോൾ അതിന്റെ ലക്ഷണങ്ങളായി, വന്നതിന് ശേഷവും അതിന് മുമ്പൊക്കെയുള്ള ലക്ഷണങ്ങളായി ഹദീസുകളിൽ വന്നതാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇന്ന് പല കള്ള ഹദീസുകളും വാട്സപ്പുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലേ? ഇമാം മഹ്ദി വരുമ്പോൾ അതിന്റെ അടയാളങ്ങളാണെന്ന് പറഞ്ഞ് തെറ്റായ പല കാര്യങ്ങളും ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനൊക്കെ എന്ത് തെളിവാണുള്ളത്, അല്ലേ? ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഏതാനും ആഴ്ചകളിലായി ലോകത്തിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് ഒരടയാളം വരാനുണ്ട്. അള്ളാഹു ഈ ലോകം സൃഷ്ടിച്ചത് മുതൽ ഇതുവരെ അതുണ്ടായിട്ടില്ല. ഏതാണ് അടയാളം? ഇമാം മഹ്ദി വരുന്നതിന് തൊട്ട് മുമ്പുള്ള റമദാൻ മാസത്തിൽ ആദ്യ ദിവസം ചന്ദ്രഗ്രഹണം ഉണ്ടാകും. ആ റമദാന്റെ പകുതിയിൽ സൂര്യഗ്രഹണവും ഉണ്ടാകും. ഇത് ഇമാം മഹ്ദി വരുന്നതിന്റെ അടയാളമാണെന്നും പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ആളുകൾ. വന്ന ആളുകൾ, നമുക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ നമ്മൾ വിചാരിക്കും ശരിയാണ്, അല്ലേ? അടുത്ത ഗ്രൂപ്പിലേക്ക് നമ്മൾ അത് പോസ്റ്റ് ചെയ്യുകയായി. സഹോദരന്മാരെ, എപ്പോഴും പറയാറുള്ളത് പോലെ നിജസ്ഥിതി അറിയാതെ ഒരു കാര്യം നമ്മൾ പ്രചരിപ്പിക്കരുത്. അതിൻ്റെ പേരിൽ പരലോകത്തിൽ ശിക്ഷിക്കപ്പെടും. ഇക്കാലഘട്ടത്തിൽ ഏറ്റവും ഗൗരവമായി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ നാളെ പരലോകത്തിൽ നരകത്തിൽ പോകാൻ കേട്ടത് മുഴുവൻ പ്രചരിപ്പിക്കൽ മതി. അയാൾ കേട്ടത് മുഴുവൻ പ്രചരിപ്പിച്ചാൽ, കേട്ടത് പറഞ്ഞാൽ, കേട്ട ഒരു കാര്യം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയാതെ, അന്വേഷിക്കാതെ, അല്ലേ, നമ്മളൊരു കാര്യം അറിഞ്ഞു, അതല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചൊരു വിഷയം കേട്ടു, അതിനെ സംബന്ധിച്ചുള്ള നിജസ്ഥിതി എന്താണെന്നറിയാതെ നമ്മളത് പ്രചരിപ്പിക്കാനും പോസ്റ്റ് ചെയ്യാനും ഒരുങ്ങിക്കഴിഞ്ഞാൽ അത് മാത്രം മതി. ആ മനുഷ്യന്റെ അമലുകളെല്ലാം ബാത്തിലായി, നരകത്തിൽ പോകാൻ അത് മാത്രം മതി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കേട്ടത് മുഴുവൻ നമ്മൾ പ്രചരിപ്പിക്കരുത്. അക്കൂട്ടത്തിൽ വന്നൊരു സംഗതിയാണിത്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസ് ചില പണ്ഡിതന്മാരവിടെ ഹദീസ് ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. ഇമാം ദാറുഖുത്നി, അദ്ദേഹത്തിന്റെ ദാറുഖുത്നി റിവായത്ത് ചെയ്ത, റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഇത് രേഖപ്പെടുത്തിയതാണ്. പക്ഷേ ഹദീസ് ദുർബലമാണ്, ഹദീസ് ദുർബലമാണ്. അംർ ഇബ്നു ശംറുൽ ജുഅഫി എന്ന് പറയുന്ന ആള് ഈ ഹദീസിന്റെ സനദിലുണ്ട്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു,
ഇമാം നസായി പറഞ്ഞു, അദ്ദേഹം ഈ പറയപ്പെടുന്ന ആള് ഫിൽ ദുഅഫാഇൽ മത്റൂഖീൻ, സ്വീകാര്യയോഗ്യമല്ലാത്ത ദുർബലരായ ആളുകളിൽപ്പെട്ട ആളാണ്. ഇയാൾ ഉദ്ധരിച്ച ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്നു ഹിബ്ബാൻ പറയുന്നു, ഈ അംർ ഇബ്നു ശംറുൽ ജുഅഫി എന്ന് പറയുന്നയാള് കാന റാഫിലിയൻ യസ്തമു അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാന മിമ്മൻ യർവി അൽ മൗദുആത്ത്. ഈ പറയുന്ന ആള് റാഫിലിയ കക്ഷിയാണ്. ഷിയാക്കളിൽ ഏറ്റവും തീവ്ര കക്ഷിയാണല്ലോ റാഫിലിയ കക്ഷി. റാഫിലിയാക്കളിൽപ്പെട്ട ഷിയാക്കളിൽപ്പെട്ട ആളാണ് ഇയാള്. ഇയാളുടെ പരിപാടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുചരന്മാരെ ചീത്ത പറയുന്ന പരിപാടിയാണ്. മാത്രമല്ല വകാന മിമ്മൻ യർവിയൽ മൗദുആത്ത്, കച്ചകെട്ടിയുണ്ടാക്കിയ റസൂലുള്ളാഹിയുടെ പേരിൽ കച്ചകെട്ടി ചമച്ചുണ്ടാക്കിയ ഹദീസുകളെ പ്രചരിപ്പിക്കലാണ് ഈ മനുഷ്യൻ്റെ പണി. അതുകൊണ്ട് ഇയാൾ ഉദ്ധരിച്ച ഹദീസുകൾ സ്വീകാര്യയോഗ്യമല്ലെന്ന് മഹാന്മാരായ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വേറെയും അതിനവർ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഇനി നമ്മൾ ഫോർവേഡ് ചെയ്യല്ലേ, ഇനി നമ്മളത് പോസ്റ്റ് ചെയ്യല്ലേ. ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയൽ നമ്മുടെ ബാധ്യതയാണ്. അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്നതല്ല എന്ന ആ കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇനി ഇമാം മഹ്ദിയുടെ വരവിനെ നിഷേധിക്കുന്ന ആളുകളില്ലേ? ചില കാര്യങ്ങൾ കൂടെ പറയട്ടെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ചില ആളുകൾ ഇമാം മഹ്ദിയുടെ വരവിനെ നിഷേധിക്കുന്നുണ്ട് അല്ലേ? അവരതിന് പല ന്യായങ്ങളും പറയാറുണ്ട്. എന്താ പറയാറുള്ളത്? ഇപ്പോൾ ചില ആളുകൾ പറയുന്ന ന്യായം, ചില കക്ഷികൾ പറയും ഇമാം മഹ്ദി ഒന്നുമില്ല, മഹ്ദിയൊക്കെ കള്ളവാദാണ്, മിഥ്യയാണ്. ഇമാം മഹ്ദി എന്ന മിഥ്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ പറയുന്നത്, അതേപോലെ അതിന് സമാനമായ ഒരു സുല്ലമി എഴുതിയ പുസ്തകത്തിലൊക്കെ പറയുന്നത്, മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസൊന്നും ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടില്ലല്ലോ, അത് വേറെ ഏതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളത്. അതുകൊണ്ട് ബുഖാരി മുസ്ലിമോ അല്ല, അത്ര വലിയൊരു വിഷയമായിരുന്നെങ്കിൽ ബുഖാരിയും മുസ്ലിമും അത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നില്ലേ എന്നാണ് ഒരു ന്യായം. എങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത്, സ്വഹീഹായ മുഴുവൻ ഹദീസും ബുഖാരിയിലും മുസ്ലിമിലുണ്ടോ? നമ്മളത് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ചില ആളുകൾക്കൊക്കെ ഉള്ളൊരു രോഗമാണ്, ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ അയാൾ ചോദിക്കും ബുഖാരിയിലുണ്ടോ, അത് മുസ്ലിമിലുണ്ടോ? അല്ല, ബുഖാരിയിലും മുസ്ലിമിലും ഇല്ല. എന്നാ ശരി കേട്ടോ, എന്നാ പിന്നെ പോയി. ബുഖാരിയിലും മുസ്ലിമിലുള്ളത് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്താഗതി ആരുണ്ടാക്കിയത്? ആ രോഗമാണ് ഇപ്പോൾ ബടിയും വന്നത് അല്ലേ? ബുഖാരിയും മുസ്ലിമും എല്ലാ സ്വഹീഹായ റസൂലുള്ള പറഞ്ഞ എല്ലാ സ്വഹീഹായ റിപ്പോർട്ടുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇമാം ബുഖാരിക്ക് അങ്ങനെ അവകാശവാദമില്ല, മുസ്ലിമിനും അങ്ങനെ അവകാശവാദമില്ല. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു സലാഹ് റഹ്മഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഉലൂമുൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താണ് ഇമാം ബുഖാരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്താ ഈ ബുഖാരി പറഞ്ഞതെന്നറിയോ? മാ അദ്ഖൽതു ഫീ കിതാബിൽ ജാമി ഇല്ലാ മാ സഹ, എൻ്റെ കിതാബായ ഹദീസ് ഗ്രന്ഥമായ അൽ ജാമി എന്ന് പറയുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ സ്വഹീഹായതല്ലാതെ ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വതറക്തു മിന സ്വഹീഹി ലിഹാലിത്തൂൽ, ഞാൻ എൻ്റെ ആ ഗ്രന്ഥത്തിൽ നിന്ന് സ്വഹീഹായ ഒരുപാട് ഹദീസുകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, ദീർഘിച്ചു പോകുമോ എന്ന ഭയത്താൽ. കണ്ടോ, ഇമാം ബുഖാരി തന്നെ പറയാ, എൻ്റെ സ്വഹീഹിൽ നിന്ന് സ്വഹീഹായ ഒരുപാട് ഹദീസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം അത് വലിയ ദീർഘിച്ചു പോകുമോ എന്ന ഭയപ്പാടിനാൽ. അപ്പൊ സ്വഹീഹായ ഹദീസ് ഇമാം ബുഖാരിക്ക് പുറമേ വേറെയുണ്ട്, മുസ്നദുകളുണ്ട് അല്ലേ? അതേപോലെ തന്നെ മുസ്നദുകളുണ്ട്, സുനനുകളുണ്ട്, ഒരു മാജിമുകളുണ്ട്, ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങൾ വേറെ ഉണ്ട്. അതിലൊക്കെ സ്വഹീഹായ ഹദീസുകൾ വേറെ ഉണ്ട്. അതൊക്കെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇനി ഇമാം മുസ്ലിം എന്താ പറഞ്ഞത്? ലൈസ കുല്ലു ശൈഇൻ ഇൻദി സ്വഹീഹ് വലഅതുഹു ഹാഉനാ യഅനി ഫീ കിതാബി സ്വഹീഹ്. ഇമാം മുസ്ലിം പറയാണ്, അതായത് എല്ലാ സ്വഹീഹായ ഹദീസൊന്നും ഞാൻ എൻ്റെ ഈ സ്വഹീഹിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല കേട്ടോ. ഇമാം മുസ്ലിം നോക്കൂ, നിങ്ങൾ പറയുകയാണ്. മാത്രല്ല, ഇമാം മുസ്ലിമിന്റെ ഹദീസ് ഗ്രന്ഥത്തിന് ശറഹ് നൽകിയ ശറഹ് മുസ്ലിം എന്ന് പറയുന്ന ഇമാം നബവിയുടെ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ ഇമാം നബവി രേഖപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? വഇന്നമാ ഖസദ, അവർ രണ്ടുപേരും ഉദ്ദേശിച്ചത്, ഇമാം ബുഖാരിയും ഉദ്ദേശിച്ചത് ഏതാനും സ്വഹീഹുകളിൽ നിന്ന് ചിലത് മാത്രം അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുമിച്ച് കൂട്ടുക മാത്രമാണ് അവർ ചെയ്തത്. അതല്ലാതെ മുഴുവൻ ഹദീസുകളും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് ബുഖാരിക്കോ മുസ്ലിമിനോ അവകാശവാദമില്ല.
അപ്പൊ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഹദീസുകൾക്ക് പുറമേ വിശ്വാസയോഗ്യമായ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയതും അഹ്കാമുകൾ രേഖപ്പെടുത്തിയതുമായ വേറെയും ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ചില ആളുകൾ പറയാണ് ബുഖാരിയിലുണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ എങ്കിൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ എങ്കിൽ മുസ്ലിമിലുണ്ട്. പക്ഷേ വ്യക്തമായി പറഞ്ഞിട്ടുള്ള സൂചനയുള്ളൂ എന്ന് മാത്രം. നിങ്ങൾ നോക്ക്, ബുഖാരി എടുത്ത് നോക്കാം. ബുഖാരിയിൽ കാണാം ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം ഉണ്ട് ബുഖാരിയിൽ. നുസൂൽ ഈസ ബിൻ മറിയമിൻ്റെ വിഷയം പറയുന്ന ഒരു അധ്യായം ബുഖാരിയിലുണ്ട്. അതിൻ്റെ താഴെ ഒരു ഹദീസ് ഉണ്ട്. എന്താ ഹദീസ് എന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കൈഫ അൻതും, നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും, ഇദാ നസല ബിൻ മറിയം ഫീക്കും, ഇബ്നു മറിയം നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും, വ ഇമാമുക്കും മിൻകും, അന്ന് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ഇമാമുണ്ടായിരിക്കും എന്ന്. ഉണ്ടോ? ആ ഇമാമാണ് മഹ്ദി ഇമാം. ബുഖാരി സൂചന നൽകി, പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മുസ്ലിമിൽ കാണാം, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ കാണാം. നോക്കൂ നിങ്ങൾ, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി യുഖാതിലൂന അലൽ ഹഖി ളാഹിരീന ഇലാ യൗമിൽ ഖിയാമ ഫയൻസിലു ഈസ ഇബ്നു മറിയം ഫയഖൂലു അമീറുഹും തആൽ സല്ലി ലനാ ഫയഖൂലു ലാ ഇന്ന ബഅലകും അലാ ബഅലിൻ നുമറാഉ തക്രിമത്തല്ലാഹി ഹാദിഹിൽ ഉമ്മ. ഈസാ നബി ഇറങ്ങി വരുമ്പോ അല്ലേ നിസ്കരിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളുടെ അമീർ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുമ്പോ ഈസാ അലൈഹിസ്സലാം ഇല്ല നിങ്ങൾ തന്നെ നിന്നാൽ മതി എന്ന് പറയില്ലേ? അവിടെ എന്താ പറഞ്ഞത്? ഫയഖൂലു അമീറുഹും, അവരുടെ അമീർ പറയുമെന്നാണ്. ആരാണ് ആ അമീർ? അന്ന് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകുന്ന അമീർ ആരാണ്? ആ അമീറാണ് ഇമാം മഹ്ദി എന്ന് പറയുന്നത്. അതെങ്ങനെയാ മനസ്സിലായത്? വേറെ ഹദീസുകൾ അതിനെ വിശദീകരിച്ചു. വേറെ ഹദീസുകളിൽ അത് നമുക്ക് കാണാൻ കഴിയും. ഹദീസുകൾ ഒന്ന് മറ്റൊന്നിനെ വിശദീകരിക്കും. ഖുർആനിന്റെ ആയത്തുകൾ മറ്റായത്തുകളെ വിശദീകരിക്കുന്നത് പോലെ. നോക്കൂ നിങ്ങൾ, ഹദീസ് എവിടെയാണ് അത് പറഞ്ഞത്? ഹദീസിൽ എവിടെയാണുള്ളത്? ജാബിർ റളിയല്ലാഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹാരിസ് ഇബ്നു അബീ ഉസാമ തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തുകയാണ്, യൻസിലു ഈസ ഇബ്നു മറിയം ഫയഖൂലു അമീറുഹുൽ മഹ്ദി. ആരാണ് അമീർ എന്ന് പറഞ്ഞു? മഹ്ദിയാണെന്ന് പറഞ്ഞു. തആൽ സല്ലി ബിനാ, ഞങ്ങൾക്ക് വേണ്ടി നിസ്കരിച്ചാലും എന്ന് പറയുന്നത് അന്നത്തെ അവരുടെ അമീറായ മഹ്ദി ഇമാമായിരിക്കുമെന്ന് വേറെ ഹദീസിൽ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ബുഖാരിയിലും മുസ്ലിമിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിശ്വസിക്കൂല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതേപോലെ മഹ്ദി ഇമാമിനെ നിഷേധിക്കുന്ന, അദ്ദേഹത്തിൻ്റെ വരവിനെ നിഷേധിക്കുന്ന വേറെയും ചില വാദങ്ങൾ ചില കക്ഷികൾ വെച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. ആ വാദങ്ങൾ എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അതിനെ വിശദീകരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈസ ഇബ്നു മറിയമിൻ്റെ വരവുമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ വരും ക്ലാസ്സുകളിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായി പറയേണ്ടതുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ നിയമമാണ്, അള്ളാഹുവിൻ്റെ സുന്നത്താണ്. എന്ത്? ഭൂമി അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളാണ് അനന്തരമെടുക്കുക എന്നത്. നോക്കൂ നിങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരായത്താണ് ആമുഖമായി ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 105-ാമത്തെ വചനം. വലഖദ് ഖതബ്നാ ഫി സബൂർ, സബൂറിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സബൂർ എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മിൻ ബഅദി ദിക്ർ, ഉത്ബോധനങ്ങൾക്ക് ശേഷം എന്താ അള്ളാഹ് രേഖപ്പെടുത്തിയത്? അന്നൽ അർള, തീർച്ചയായും ഭൂമി, യരിസുഹാ, ആ ഭൂമി അനന്തരമെടുക്കും, ഇബാദിയസ് സ്വാലിഹൂൻ, എൻ്റെ നല്ല ദാസന്മാർക്ക് ഞാൻ എൻ്റെ ഭൂമിയെ അനന്തരമായി കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ നിയമമാണ്. ഇസ്രായേൽ ജനതയുമായി ബന്ധപ്പെട്ട നിയമമാണിതെങ്കിലും ഇത് അള്ളാഹുവിൻ്റെ മൊത്തം പൊതുവായൊരു നിയമമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എത്ര വലിയ ധിക്കാരികൾ ലോകം അടക്കി ഭരിച്ചാലും, എത്ര വലിയ തോന്നിവാസികൾ ഭരണത്തിലേറിയാലും, ലോകത്ത് മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുന്ന എത്ര തോന്നിവാസികളായ ഭരണാധികാരികൾ രംഗത്ത് വന്നാലും അവസാനം അള്ളാഹു ഭൂമി അവൻ്റെ സച്ചരിതരായ അടിമകൾക്ക് അനന്തരമായി നൽകുമെന്നത് അള്ളാഹുവിൻ്റെ അചഞ്ചലമായ നിയമമാണെന്ന് തിരിച്ചറിയുക. ആ നിലക്ക് ഇമാം മഹ്ദിയുടെ ആഗമനമുണ്ടാകും. അഹ്ലുസുന്നത്ത് ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചുവോ ആ നിലപാട് നമ്മളും സ്വീകരിക്കുക. പിഴച്ച കക്ഷികളുടെ വാദങ്ങളെ നമ്മൾ വലിച്ചെറിയുക. ഹദീസുകളെ നമ്മൾ നിഷേധിക്കാതിരിക്കുക. തെറ്റായി പ്രചരിപ്പിക്കപ്പെടുന്ന അബദ്ധധാരണകളെ നാം തിരുത്തുക. എപ്പോഴും സ്വഹീഹായ ശരിയായ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങളെ പഠിക്കുക. സർവ്വലോക പരിപാലകനായ നാഥൻ ആ നിലക്ക് മുന്നോട്ട് പോകുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
വന്നുപോയ അബദ്ധങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ദീനിനെ ശരിയായി മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരുമിച്ചു ചേരൽ സ്വാലിഹായ കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.